നമസ്കാരം. 2026 ഏപ്രിൽ 27 മുതൽ മെയ് 2 വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം. മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ പ്രവർത്തനങ്ങളിൽ വിജയിക്കാനാകും. നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതായി വന്നേക്കാം. ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. ധൈര്യപൂർവ്വം കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ്. കർമ്മമേഖലയിൽ മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനാകും. പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും. ചില കാര്യങ്ങളിൽ ആശയക്കുഴപ്പങ്ങളും നിലനിൽക്കുന്നതാണ്. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. മറ്റുള്ളവരുമായി കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുക്കണം. ചില കാര്യങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാം. അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ച് മുന്നോട്ടു പോകേണ്ടതാണ്. കടബാധ്യതകൾ വീട്ടി തീർക്കാനാകും. കുടുംബത്ത് സഹോദരങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. പ്രണയബന്ധത്തിൽ ക്ഷമ ആവശ്യമാണ്. ഉറക്കക്കുറവ്, തലവേദന എന്നിവ അനുഭവപ്പെടുന്നതാണ്. ഗണപതി മന്ത്രം ഉരുവിടുക. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും അനിവാര്യമാണ്. ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ സുഖവും സന്തോഷവും ഉണ്ടാകും. കർമ്മരംഗത്ത് മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കുന്നതാണ്. പദവിമാറ്റം, സ്ഥാനമാറ്റം എന്നിവയും പ്രതീക്ഷിക്കാം. പുതിയ അവസരങ്ങളും ഉണ്ടാകും. സാമ്പത്തിക നിക്ഷേപങ്ങൾക്ക് അനിവാര്യമായ സമയമാണ്. ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്ക് ഗുണകരമാണ്. വീട് സംബന്ധമായ കാര്യങ്ങൾക്കും ഗുണകരമാണ്. കുടുംബത്ത് എല്ലാവരുമായി ഐക്യത്തോടെ മുന്നോട്ടു പോകാനാകും. അമ്മയും അച്ഛനുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ട് നീങ്ങും. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. ഉദര സംബന്ധമായ പ്രശ്നങ്ങളും ദഹന കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതാണ്. കഴുത്ത് സംബന്ധമായ വേദനകളും തൈറോയിഡ് പോലുള്ള രോഗങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും ലളിതാ സഹസ്രനാമം നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്. മിഥുനക്കൂറ് മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ബുദ്ധിപൂർവം കാര്യങ്ങൾ ചെയ്യാനാകും. ആശയവിനിമയ ശേഷി പ്രയോജനപ്പെടുത്തുന്നതാണ്. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. വാക്സാമർഥ്യത്താൽ ഉപജീവനം നടത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനാകും. കർമ്മരംഗത്ത് അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോയാൽ വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കും. വീഴ്ച, ചതവ്, പൊള്ളൽ എന്നിവ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിരുന്നാലും ധനച്ചിലവുകൾ വർദ്ധിച്ചു നിൽക്കുന്നതാണ്. സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സഹായം ലഭിക്കും. പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കുന്നതാണ്. സന്താനങ്ങളുടെ അഭിപ്രായങ്ങളോട് യോജിച്ചു പോകാൻ ശ്രദ്ധിക്കുക. ബിസിനസ് രംഗം വിപുലമാക്കുന്നതിനും ലാഭവർദ്ധനവും ഉണ്ടാകും. ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. അലർജി പ്രശ്നങ്ങൾ അലട്ടുന്നതാണ്. ശ്രീരാമദേവന് വഴിപാടുകൾ സമർപ്പിക്കുകയും ഓം നമഃശിവായ നിത്യേന 108 ഉരു ജപിക്കുന്നതും ഉത്തമമാണ്. കർക്കിടകക്കൂറ് പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ മനസ്സിന് പലവിധ മാറ്റങ്ങൾ ഉണ്ടാകും. ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. ചില കാര്യങ്ങളിൽ ആശങ്കകളും ഉണ്ടാകും. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുതിർന്നവരുമായി കൂടിയാലോചിച്ച് എടുക്കുക. സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാനാകും. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ കാലതാമസങ്ങൾ നേരിടുന്നതാണ്. അപ്രതീക്ഷിതമായ ധനച്ചിലവുകൾ കുടുംബത്ത് ഉണ്ടാകും. ധനമിടപാടുകളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. കടബാധ്യതകൾ തീർക്കാനാകും. മനസ്സിന് സന്തോഷവും സമാധാനവും ഉണ്ടാകും. പ്രണയിതാക്കൾക്കും അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. ചെറിയ പ്രശ്നങ്ങൾ വലുതാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. സന്താനങ്ങൾക്ക് ചെറിയ അരിഷ്ടതകൾക്ക് സാധ്യത കാണുന്നുണ്ട്. കർമ്മരംഗത്ത് പലവിധ ഉയർച്ചകൾ കാണാനാകും. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം എന്നിവ അനുഭവപ്പെടാം. കുടുംബത്തുള്ളവരുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനവും നവഗ്രഹ പൂജ എന്നിവ ഉത്തമമാണ്. ചിങ്ങക്കൂറ് മകം,
പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ വ്യക്തിത്വ വികസനം ഉണ്ടാകും. മറ്റുള്ളവരെ ആകർഷിക്കുവാനാകും. തൊഴിൽ രംഗത്ത് പ്രമോഷൻ, സ്ഥാനക്കയറ്റം, പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായും വന്നേക്കാം. ലീഡർഷിപ്പ് പ്രകടിപ്പിക്കാൻ മികച്ച സമയമാണ്. സർക്കാർ സംബന്ധമായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടവും വരുമാന വർധനവും ഉണ്ടാകുന്നതാണ്. എന്നാൽ ചിലവുകളും വർദ്ധിച്ചു നിൽക്കും. പ്രത്യേകിച്ച് വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ധനച്ചിലവുകൾ ഉണ്ടാകുന്നതാണ്. കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും. നമ്മുടെ അഭിപ്രായങ്ങളെ കുടുംബത്ത് വില കൽപ്പിക്കുന്നതാണ്. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകും. പ്രണയിതാക്കൾക്ക് ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനാകും. മത്സര പരീക്ഷകളിൽ തയ്യാറെടുക്കുന്നവർക്ക് നല്ല സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ണ് സംബന്ധമായ അസ്വസ്ഥതകളും രക്തദൂഷ്യങ്ങളും ഉണ്ടായേക്കാം. ഞായറാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനവും ആദിത്യ ഹൃദയ പാരായണവും ഉത്തമമാണ്. കന്നിക്കൂറ്, ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ എല്ലാ കാര്യത്തിലും അല്പം ശ്രദ്ധ ചെലുത്തുന്നത് നന്നായിരിക്കും. കഠിനാധ്വാനം വേണ്ടി വരുന്നതാണ്. എന്നാലും ഫലം ലഭിക്കുന്നില്ലല്ലോ എന്ന് തോന്നാം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധനച്ചിലവുകൾ നിയന്ത്രിച്ച് മുന്നോട്ടു പോകേണ്ടതുണ്ട്. വായ്പകളും കടങ്ങളും എടുക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതിലേക്ക് ധനച്ചിലവുകൾ ഉണ്ടാകാം. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ ചെറിയ സംഘർഷങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. മറയില്ലാതെ എല്ലാ കാര്യങ്ങളും ആശയവിനിമയം നടത്തി തെറ്റിദ്ധാരണകൾ ഒഴിവാക്കി മുന്നോട്ടു പോവുക. സർക്കാർ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ്. വിദ്യാർത്ഥികളും കൂടുതൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ട വാരമാണ്. ദൂരയാത്രകളിലും അല്പം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഉദര സംബന്ധമായ അസ്വസ്ഥതകളും ദഹന പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. ബുധനാഴ്ച ദിവസങ്ങളിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനും വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്. തുലാക്കൂറ്, ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ മനസ്സിന് സന്തോഷവും സമാധാനവും ഉണ്ടാകും. തൻ്റെ വാക്കുകൾക്ക് മറ്റുള്ളവർ വില കൽപ്പിക്കുന്നതാണ്. ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. കർമ്മരംഗത്ത് പലവിധ മാറ്റങ്ങളും ട്രാൻസ്ഫറുകൾ, പുതിയ റോളുകൾ ഏറ്റെടുക്കേണ്ടതായും വരും. വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കും. പങ്കാളിത്ത ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകും. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായവ വന്നു ചേരുന്നതാണ്. പ്രണയിതാക്കൾക്കും ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനാകും. കലാരംഗത്തും പുതിയ അവസരങ്ങൾ പ്രതീക്ഷിക്കാം. സന്താനങ്ങൾക്ക് പലവിധ ഉയർച്ചകൾ ഉണ്ടാകുന്നതിൽ സന്തോഷിക്കാനാകും. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നതിന് ഇടയാകും. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും നെയ്വിളക്കും സമർപ്പിക്കുക. വൃശ്ചികക്കൂറ്, വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ പലവിധ മാറ്റങ്ങളും ഉത്തരവാദിത്വ കൂടുതലും ഉണ്ടാകും. പല ചിന്തകളും ഉടലെടുക്കുകയും ആശയക്കുഴപ്പങ്ങളും ഉണ്ടാകും. കർമ്മരംഗത്ത് അധിക ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായി വരും. സ്വന്തം കഴിവുകൾ തെളിയിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകുന്നതാണ്. എന്നാൽ സമ്മർദ്ദങ്ങൾ വർദ്ധിക്കും. മേലുദ്യോഗസ്ഥരുടെ വിശ്വാസം നേടാനാകും. ഗവേഷണ, സാങ്കേതിക, രഹസ്യകാര്യ മേഖലകളിൽ ഉള്ളവർക്ക് മികച്ച സമയമാണ്. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനവരവ് ഉണ്ടാകുമെങ്കിലും ചിലവുകളും ഒരുപോലെ നിലനിൽക്കും. കടം കൊടുത്ത പണം തിരികെ ലഭിക്കാൻ കാലതാമസം നേരിടുന്നതാണ്. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. മത്സര പരീക്ഷകളിൽ തയ്യാറെടുക്കുന്നവർക്ക് നല്ല പുരോഗതി ഉണ്ടാകും. കൂടെയുള്ളവരെ സംശയിക്കാതെ മുന്നോട്ട് നീങ്ങുക. പഴയ സൗഹൃദങ്ങൾ പുതുക്കാൻ ഇടയാകും. ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. മാനസിക സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുന്നതിനും രക്തദൂഷ്യങ്ങൾക്കും ഇടയാകും. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുകയും ചെയ്യുക. ധനുക്കൂറ്, മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് പുതിയ അവസരങ്ങൾ ഉണ്ടാകും. വിദേശ ബന്ധങ്ങൾ വഴിയും
ഓൺലൈൻ ജോലികൾ ചെയ്യുന്നത് വഴിയും പുരോഗതി ഉണ്ടാകുന്നതാണ്. ആശയവിനിമയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിൽ നേട്ടങ്ങൾ ഉണ്ടാകും. വിവിധ സ്രോതസ്സുകളിൽ നിന്നും വരുമാനം വർദ്ധിക്കും. നിക്ഷേപങ്ങൾ ഗുണകരമായിരിക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. ബന്ധുക്കളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം. പ്രണയബന്ധം സന്തോഷകരമായിരിക്കും. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂല വാരമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്കും റിസർച്ച് മേഖലയിലുള്ളവർക്കും നല്ല അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. ബിസിനസ് രംഗം വികസിപ്പിച്ചെടുക്കുന്നതിനും വളർച്ചയും ഉണ്ടാകുന്നതാണ്. ദീർഘദൂര യാത്രകൾ ഉണ്ടാകും. തൊണ്ട സംബന്ധമായ അസ്വസ്ഥതകളോ ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ ഇടയുണ്ട്. ശ്രദ്ധിക്കുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമിക്ക് തൃക്കൈവെണ്ണ സമർപ്പിക്കുകയും ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്. മകരക്കൂറ്. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് കഠിനാധ്വാനം ആവശ്യമായി വരും. വൈകിയാണെങ്കിലും ഫലം ഉറപ്പാണ്. സർക്കാർ ജോലിയിലുള്ളവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധനച്ചിലവുകളും വർദ്ധിച്ചു നിൽക്കും. നിയന്ത്രണം അനിവാര്യമാണ്. ധനമിടപാടുകളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഭൂമി, വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ധനച്ചിലവുകൾ ഉണ്ടാകും. കുടുംബത്ത് ഉത്തരവാദിത്വങ്ങൾ വർദ്ധിച്ചു നിൽക്കും. പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ്. വിദ്യാർത്ഥികൾക്ക് പരിശ്രമം ആവശ്യമാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. ആഡംബര വസ്തുക്കൾ വാങ്ങാൻ അവസരം ഒരുങ്ങും. ഗവേഷണപരമായ പഠിതാക്കൾക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. ശരീരത്തിന് ക്ഷീണം, പേശീവേദന സംബന്ധമായ പ്രശ്നങ്ങൾ, കാൽമുട്ടുവേദന എന്നിവയും പ്രതീക്ഷിക്കാം. കുടുംബത്ത് ആർക്കെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട്. ശനിയാഴ്ച ദിവസങ്ങളിൽ എള്ള് ദാനമായി നൽകുകയും ശനി ഗായത്രി നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്. കുംഭക്കൂറ്. അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ എല്ലാ കാര്യത്തിലും നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും തന്നെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതുമാണ്. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും. പുതിയ പ്രോജക്റ്റുകൾ വിജയകരമായി പൂർത്തിയാക്കാനാകും. IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഗുണകരമാണ്. സാമ്പത്തിക വർധനവ് ഉണ്ടാകും. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. സന്താനങ്ങൾക്ക് പലവിധ ഉയർച്ചകൾ ഉണ്ടാകുന്നത് വഴി സന്തോഷിക്കാനും ആകും. പ്രണയബന്ധം കൂടുതൽ ശക്തമാകും. സൗഹൃദം പ്രണയത്തിലേക്ക് മാറാനും സാധ്യത കാണുന്നുണ്ട്. ടെക്നിക്കൽ മേഖലയിൽ, റിസർച്ച് മേഖലയിലോ ഉള്ള വിദ്യാർത്ഥികൾക്ക് നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ജീവിത പങ്കാളിയിൽ നിന്നും സഹായങ്ങളും ഉണ്ടാകും. കഴിയുന്നതും തൻ്റെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് വേദന നൽകാതിരിക്കുക. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ അസിഡിറ്റിയോ ഉണ്ടാകാൻ ഇടയുണ്ട്. ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടാം. ഭക്ഷണ ക്രമീകരണങ്ങൾ ആവശ്യമാണ്. മഹാദേവന് ധാര സമർപ്പിക്കുകയും ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്. മീനക്കൂറ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ജീവിതത്തിൽ പലവിധ മാറ്റങ്ങളും ഉണ്ടാകുന്ന വാരമാണ്. എല്ലാ പ്രവർത്തനങ്ങളിലും സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. കർമ്മരംഗത്ത് പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായി വരും. ഭാവിയിൽ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുന്ന പ്രവർത്തനങ്ങളായിരിക്കും കൂടുതലും. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും പുതിയ ആശയങ്ങൾ ഉണ്ടാകും. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനവരവ് ഉണ്ടാകുമെങ്കിലും ചിലവുകളും വർദ്ധിച്ചു നിൽക്കും. കടബാധ്യതകൾ ഒഴിവാക്കാൻ ശ്രമിക്കും. ഏതൊരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും രേഖകൾ നല്ലതുപോലെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇടപാടുകൾ നടത്താവൂ. കുടുംബത്ത് സന്തോഷം നിലനിൽക്കുമെങ്കിലും ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അമ്മയിൽ നിന്നും സഹായം പ്രതീക്ഷിക്കാം. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. തെറ്റിദ്ധാരണകൾ ഉണ്ടായേക്കാം. വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, കാൽപാദങ്ങൾക്ക് വേദന എന്നിവ അനുഭവപ്പെടാം. ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം സമർപ്പിക്കുകയും അന്നദാനം നടത്തുന്നതും ഗുണകരമാണ്.